ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചത് നമുക്ക് എഴുതിയിട്ടൊന്ന് വായിക്കാം. ബോർഡിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ക ഗ ഗ ഘ ങ ച ഇച്ച ജ ഇജ ഞ. ഓർക്കുന്നുണ്ടോ? പിന്നീട് ട ഢ ഢ വരെ പഠിച്ചു. ക ഘ ഘ ഘ ങ ച ഇച്ച ജ ഇജ ഞ ട ഢ ഢ. ഇതുവരെയാ നമ്മള് പഠിച്ചത്. കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ ഏതാ നമ്മൾ പഠിച്ചത്? ഢ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഢ. ഇഢ. ഏതാ? ഇഢ. ഇഢ എഴുതാൻ എളുപ്പ. നമ്മള് ഢ എങ്ങനെ എഴുതി? ഒരു റാ എഴുതി. പിന്നീട് എന്തോ ചെയ്തു? നായിനെ ഒന്ന് തിരിച്ചെഴുതി. ഇതേതാ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഢ. ഇഢന്ന് എഴുതാൻ ഇതിനകത്തോട്ട് എന്തോ ചെയ്തേ? ചുറ്റി വരക്കുക. ചെറിയൊരു സർക്കിൾ കൊടുക്കുക. ഏതായി? ഇഢ. ഒന്നുകൂടി നോക്കിയേ. ഢ എഴുതിയ പോലെ എഴുതി അതിനകത്തോട്ട് എന്തോ ചെയ്തു? ചെറിയൊരു സർക്കിള് കൊടുത്തു. അല്ലേ? എളുപ്പമല്ലേ എഴുതാൻ? ഒന്ന് എഴുതി നോക്കിയ ബുക്ക് എടുത്തിട്ട്. ഇഢ. ഏതാ? വ്യഞ്ജനാക്ഷരം ഇഢ. ഢ എഴുതി അതിനകത്തോട്ടൊന്ന് ചുറ്റി വരക്കുക. ചെറിയൊരു സർക്കിൾ കൊടുക്കുക. നമ്മൾ നാ എഴുതിയതിനെ നമ്മൾ തിരിച്ചെഴുതി. അതെന്താ ചെയ്യുക? അതിനകത്തോട്ട് ഒരു സർക്കിൾ കൊടുക്കുക. ഢ എഴുതി. അപ്പൊ എന്താ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച വ്യഞ്ജനാക്ഷരം? ഇഢ. പറ്റുന്നുണ്ടോ എഴുതാൻ വേണ്ടിയിട്ട്? ഢ എഴുതി റാ എഴുതി അതിനൊരു ചെറിയ നായിനെ തല തിരിച്ച് എഴുതി. എന്നിട്ട് എന്തോ അകത്തോട്ട് ചുറ്റി വരിക്കുക. വ്യഞ്ജനാക്ഷരം ഇഢ. എളുപ്പാണോ? എഴുതിയ ബുക്ക് എടുത്തിട്ട് ഓരോ പേജില് ഒരു പേജ് അങ്ങനെ തന്നെ പറഞ്ഞോണ്ട് എഴുതുക. ഇഢ. വ്യഞ്ജനാക്ഷരം ഇഢ. എന്നാലേ പഠിക്കൂ. പിന്നീട് അതൊരിക്കലും മറക്കത്തില്ല. ഓക്കെ, ഒരു പേജ് നിറയെ എഴുതുക. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച വ്യഞ്ജനാക്ഷരം ഏതാ? ഇഢ. പറ്റുന്നുണ്ടോ? എളുപ്പമല്ലേ ഇഢന്ന് എഴുതാൻ? ഢ എഴുതി അതിന്റെ അകത്തോട്ടൊന്ന് ചുറ്റി എഴുതുക. എളുപ്പമല്ലേ? കൈവിടാതെ എഴുതി നോക്കിയേ. വ്യഞ്ജനാക്ഷരം ഇഢ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഏതാ പഠിച്ചത്? വ്യഞ്ജനാക്ഷരം ഇഢ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്